ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം അഥ ഷഷ്ടോധ്യായഃ. മൈത്രേയ ഉവാച. അധ ദേവഗണാ സർവേ രുദ്രാനീകൈ പരാജിതാഃ ശൂലപട്ടിശനിത്രിംശാ ഗദാപരിഗമുദ്ഗരൈ സംഛിന്ന ഭിന്ന സർവാംഗാ സർത്തിക്സഭ്യഭയാകുലാഃ സ്വയംഭുവേ നമസ്കൃത്യ കാസ്നേനൈതന്യവേദയൻ ഉഭലഭ്യപുരൈവൈതത് ഭഗവാൻ അബ്ജസംഭവ നാരായണശ്ച വിശ്വാത്മാ ന കസ്യദ്വരമീയതു തഥാകർണ്യ വിഭുപ്രാഹ തേജീയസി കൃതാഗസി ക്ഷേമായ തത്ര സാ ഭൂയാന്ന പ്രായേണ ബുഭൂക്ഷതാം അഥാഭിയൂയം കൃതകിൽബിഷാഭവം യേ ബർഹിഷോ ഭാഗഭാജം പരാതു പ്രസാദയദ്വം പരിശുദ്ധചേതസാ ക്ഷിപ്രപ്രസാദം പ്രഗൃഹീതാംഘ്രിപത്മം ആശാസാനാജീവിതമധ്വരസ്യ ലോകസ്സപാലാ കുപിതേന നയസ്മിൻ തമാശുദേവം പ്രിയയാ വിഹീനം ക്ഷമാഭയദ്വം ഹൃദി വിദ്ധം ദുരുകൃതൈ നാഹം ന യജ്ഞോ ന ജയൂയമന്യേ യേ ദേഹഭാജോ മുനയശ്ച തത്വം വിദുഃപ്രമാണം ബലവീര്യയോർവാ യസ്യാത്മതന്ത്രസ്യ ക ഉപായം വിദിൽസേത് സ ഇത്തമാദിശ്യ സുരാനജസ്തേ സമന്വിത പിതൃഭിः സപ്രജേശൈ യയൗ സ്വധിഷ്ണ്യാ നിലയം പുരദ്വിഷാ കൈലാസമദ്രിപ്രവരം പ്രിയം പ്രഭോ ജന്മൗഷധി തപോ മന്ത്രയോഗസിദ്ധൈർനരേധരൈ ജുഷ്ടം കിന്നരഗന്ധർവൈരപ്സരോഭിർവൃതം സദാ നാനാമണിമയൈ ശൃംഗൈ നാനാധാതുവിചിത്രിതൈ നാനാദ്രുമലതാഗുൽമൈ നാനാമൃഗഗണാവൃതൈ നാനാമലപ്രസ്രവണൈ നാനാകന്ദരസാനുഭി രമണം വിഹരന്തീനാം രമണൈ സിദ്ധയോഷിതാം മയൂരകേകാഭിരുദം മദാന്താളി വിമൂർച്ഛിതം പ്ലാവിതൈ രക്തകണ്ഡാനാം കൂജിതൈശ്ച പദത്രിണാം ആഹ്വയന്തമിവോദസ്ത്വൈ ദ്വിജാൻ കാമദുഗൈർദ്രുമൈ വ്രജന്തമിവ മാതംഗൈ ഗൃണന്തമിവ നിർജ്ജരൈ മന്ദാരൈ പാരിജാതൈശ്ച സരളൈശ്ചോപശോഭിതം തമാലൈ സാലതാലൈശ്ച കോവിദാരാസനാർജുനൈ ചൂതൈ കദംബൈർനീപൈശ്ച നാഗപുന്നാഗചമ്പകൈ പാടലാശോകബകുളൈ കുന്ദൈ കുരവകൈരഭി സ്വർണ്ണാർണശതപത്രൈശ്ച വരരേണുകജാതിഭിः കുബ്ജകൈർമല്ലികാഭിശ്ച മാധവീഭിശ്ച മണ്ഡിതം പനസോദുംബരോശ്വത്ഥ പ്ലക്ഷനിഗ്രോധഹിംഗുഭിः ഭുർജൈരോഷധീഭിः പൂഗൈരാജപൂഗൈശ്ച ജംബുഭിः ഖർജുരാമ്രാദകാമ്രാദൈ പ്രിയാളമധുകേങ്കുദൈ ദ്രുമജാതിഭിരന്യൈശ്ച രാജിതം വേണുകീചകൈ കുമുദോൽപലകൽഹാരശതപത്രവനർദിഭിः നളിനീഷു കളം കൂജദ്ഗഗവൃന്ദോപശോഭിതം മൃഗൈ ശാഖാമൃഗൈ ക്രോഡൈർമൃഗേന്ദ്രൈ ഋക്ഷശല്യകൈ ഗവയൈ ശരഭൈ വ്യാക്രൈ രുരുഭിർമഹിഷാദിഭിः കർണാന്ത്രൈകപദശ്വാസൈ നിർജുഷ്ടം മൃഗനാഭിഭിः കദളീഷണ്ഡസംയുദ്ധ നളിനീ പുളിനശ്രിയം പര്യസ്തം നന്ദയാ സത്യ സ്നാനപുണ്യതരോദയാ വിലോക്യ ഭൂദേശഗിരിം വിബുധാ വിസ്മയം യയുഃ ദദൃശുസ്തത്ര തേ രമ്യാമളകാം നാമ വൈപുരീം വനം സൗഗന്ധികം ചാപി യത്ര തന്നാമ പങ്കജം നന്ദാജാളകനന്ദാജ സരിതൗ ബാഹ്യത പുര
തീർത്ഥപാദപാദാംബോജരജസാദീവ പാവനെ യയോ സുരസ്ത്രിയാക്ഷത്തരവരുഹ്യ സുധിഷ്ണ്യത ക്രീഡന്തി പുംസസിഞ്ചന്ത്യോ വിഗാഹ്യ രതികർഷിതാഃ യയോസ്തൽസ്നാനവിഭ്രംഷ്ട നവകുങ്കുമപിഞ്ചരം വിദൃശോഭി പിബന്ത്യംബ പായയന്തോ ഗജാഗജീഃ താരഹേമമഹാരത്ന വിമാനശതസങ്കുലാം ജുഷ്ടാം പുണ്യജനസ്ത്രീഭിർയഥാകം സതടിത്കനം ഹിത്വാ യക്ഷേശ്വരപുരീം വനം സൗഗന്ധികം ച തദ് ദ്രുമൈ കാമദുഘൈർഹൃദ്യം ചിത്രമാല്യഫലച്ഛദേ രക്തകണ്ഠകഗാനീക സ്വരമണ്ഡിതഷഡ്പദം കളഹംസകുലപ്രേഷ്ടം ഖരദണ്ഡജലാശയം വനകുഞ്ചരസങ്കൃഷ്ട ഹരിചന്ദനവായുന അതിപുണ്യജനസ്ത്രീണാം മുഹുരുന്മദയന്മന വൈഡൂര്യകൃതശോഭാന വാപ്യ ഉൽപ്പലമാലിനീ പ്രാപ്തം കിം പുരുഷൈ ദൃഷ്ട്വാ ത ആരാധ്യദൃശുർവടം സയോജനശതോത്സേദ പാദോനവിടപായത പര്യകൃത ചലച്ചായോ നിർനീടസ്താപവർജിത തസ്മിൻ മഹായോഗമയേ മുമുക്ഷുശരണേ സുരാ ദദൃശുർശിവമാസീനം ത്യക്താമർഷമിവാന്തകം സനന്ദനാദിർമഹാസിദ്ധൈ ശാന്തൈ സംശാന്തവിഗ്രഹം ഉപാസ്യമാനം സഖ്യാജ ഭർത്രാ ഗുഹ്യകരക്ഷസാം വിദ്യാ തപോയോഗപദമാസ്ഥിതം തമതീശ്വരം ചരന്തം വിശ്വസുഹൃദം വാത്സല്യാലോകമംഗളം ലിംഗം ച താപസാഭീഷ്ടം ഭസ്മദണ്ഡജടാജിനം അംഗേന സന്ധ്യാഭ്രരുജാ ചന്ദ്രലേഖാം ച ബിപ്രതം ഉപവിഷ്ടം ദർഭമയ്യാം ഭൃസ്യാം ബ്രഹ്മസനാതനം നാരദായ പ്രവോചന്തം പൃച്ഛതേ ശൃണ്വതാം സദാം കൃത്വോരൗ ദക്ഷിണേ സവ്യം പാദപദ്മം ജാനുനി ബാഹും പ്രഗോഷ്ടക്ഷമാലാമാസീനം തർക്കമുദ്രയാ തം ബ്രഹ്മനിർവാണസമാധിമാശ്രിതം വ്യുപാശ്രിതം ഗിരിശം യോഗകക്ഷാം സലോകപാലാമുനയോ മനൂനാമാദ്യം മനും പ്രാഞ്ജലയ പ്രണേമു സതൂഫലേഭ്യാഗതമാത്മയോനിം സുരാസുരേശൈരഭിവന്ദിതാംഘ്രി ഉത്തായ ചക്രേ ശിരസാഭിവന്ദനം അർഹത്തമ കസ്യ യദൈവ വിഷ്ണു തദാ പരേ സിദ്ധഗണാ മഹർഷിഭിർയേ വൈ സമന്താദനുനീലലോഹിതം നമസ്കൃത പ്രാഗശശാങ്കശേഖരം കൃതപ്രണാമം പ്രഹസന്നിവാത്മഭൂ ബ്രഹ്മോവാച ജാനേ ത്വമീശം വിശ്വസ്യ ജഗതോ യോനിബീജയോ ശക്തേ ശിവസ്യ ച പരം യത്തത് ബ്രഹ്മ നിരന്തരം ത്വമേവ ഭഗവന്നേതത് ശിവശക്ത്യോ സ്വരൂപയോ വിശ്വം സൃജസി പാസ്യൽസി ക്രീഡന്നൂർണപടോ യഥാ ത്വമേവ ധർമാർത്ഥദുഃഖാഭിപത്തയേ ദക്ഷേണ സൂത്രേണ സസർജിതാധ്വരം ത്വയൈവ ലോകേ വസിതാശ്ച സേതവോ യാൻ ബ്രഹ്മണാ ശ്രദ്ധദദേ ധൃതവ്രതാ ത്വം കർമ്മണാ മംഗളമംഗളാനാം കർത്തുസ്മലോകം തനുഷേ സ്വപരം വാ അമംഗളാനാം ച തമിശ്രമുൽഭണം വിപര്യയ കേന തദേവ കസ്യചിത് ന വൈ സദാം ത്വച്ചരണാർപ്പിതാത്മനാം ഭൂതേഷു സർവേഷു പശ്യതാം തവ ഭൂതാനി ചാത്മന്യപൃഥക്തൃദക്ഷതാം പ്രായേണ രോഷോऽപി ഭവേദ്യഥാ പശും പൃഥക് ധിയ കർമ്മദൃശോ ദുരാശയാ പരോദയേനാർപ്പിത ഹൃദ്രജോനിശം പരാന്ധുരുക്തൈർവിദുദന്തിരുന്ധതാസ്താന്മാവതീത് ദൈവവധാൻ ഭവദ്വിധാം യസ്മിൻ യഥാ പുഷ്കരനാഭമായയാ
ദുരന്തയാ സ്പൃഷ്ടധിയപൃഥഗ്ദൃശ കുർവന്തി തത്ര ഹ്യനുകമ്പയാ കൃപാം ന സാധവോ ദൈവബലാൽകൃതേ ക്രമം ഭവാംസ്തു പുംസഃ പരമസ്യ മായയാ ദുരന്തയാ സ്പൃഷ്ടമതിസമസ്തദൃക് തയാ ഹതാത്മാസ്വനുകർമ്മ ചേതസ്വനുഗ്രഹം കർത്തുമിഹാർഹസി പ്രഭോ കുർവദ്ദുരസ്യോദ്ധരണം ഹതസ്യ ഭോസ്ത്വയാ സമാപ്തസ്യ മനോ പ്രജാപദേ നയത്ര ഭാഗം തവ ഭാഗിനോ ദദു കുയജ്ജിനോ യേന മഘോ നിനീയത്തെ ജീവദാദ് യജമാനോയം പ്രപദ്യേ ദാക്ഷിണീഭഗ ഭൃഗോ ശ്മശ്രൂണിരോഹന്തു പുഷ്ണോ ദന്താശ്ച പൂർവവദ് ദേവാനാം ഭഗ്നഗാത്രാണാം ഋത്വിജാം ചായുധാശ്മഭിः ഭവതാനുഗൃഹീതാനാമാശു മന്യോസ്ത്വനാതുരം ഏഷ തേ രുദ്രഭാഗോസ്തു യദുച്ഛിഷ്ട്വദ്ദുരസ്യ വൈ യജ്ഞസ്തേ രുദ്രഭാഗേന കൽപ്പതാമദ്യ യജ്ഞഹൻ ശ്രീഹരയേ നമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ രുദ്രസാന്ത്വനം നാമ ഷഷ്ടോധ്യായഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 6-ാം അധ്യായം. ഈ അധ്യായത്തിൽ ബ്രഹ്മാദിദേവന്മാർ കൈലാസത്തിൽ ചെന്ന് ശ്രീരുദ്ര ഭഗവാനെ സ്തുതിച്ച കഥ പറയുന്നു. പരമശിവൻ്റെ പരിപൂർണ സമ്മതമില്ലാതെ സതീദേവി തൻ്റെ അച്ഛൻ നടത്തുന്ന യജ്ഞത്തിൽ പങ്കെടുക്കാനും ബന്ധുക്കളെ കാണാനുമുള്ള അത്യധികമായ ആഗ്രഹം കൊണ്ട് യാത്രയായപ്പോൾ സർവജ്ഞനായ പരമശിവൻ തൻ്റെ അനുചരന്മാരെ ദേവിക്കൊപ്പം അയച്ചു. ആ യജ്ഞശാലയിലെത്തിയപ്പോൾ ദക്ഷൻ സതീദേവിയെ കണ്ടിട്ടും ഒന്നും മിണ്ടിയില്ല. അമ്മയും സഹോദരിമാരും കുശലം ചോദിച്ചു. ആ യജ്ഞത്തിൽ രുദ്രന് ഭാഗം നൽകിയിട്ടില്ല. രുദ്രന് പങ്ക് നൽകാത്ത യജ്ഞവും ദക്ഷൻ ചെയ്ത അവജ്ഞയും ദേവിയെ വല്ലാതെ വേദനിപ്പിച്ചു. കോപിച്ച ദേവി ദക്ഷനെ നിന്ദിച്ചു. ദക്ഷപുത്രിയായ താൻ ഇനി ജീവിച്ചിരിക്കില്ല, ദേഹം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. യോഗാഗ്നിയിൽ തൻ്റെ ദേഹം ഉപേക്ഷിച്ചു. ഈ വിവരമൊക്കെ അറിഞ്ഞ മഹാദേവൻ ജട അഴിച്ച് നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായ വീരഭദ്രനും രുദ്ര പാർഷദന്മാരും കൂടി ശിവൻ്റെ ആജ്ഞപ്രകാരം ദക്ഷനെയും യജ്ഞത്തെയും നശിപ്പിക്കാൻ പുറപ്പെട്ടു. വീരഭദ്രനും കൂട്ടരും ആ യജ്ഞശാലയിൽ പ്രവേശിച്ച് ഹോമകുണ്ഡമൊക്കെ അശുദ്ധമാക്കി മുനിമാരെ ഉപദ്രവിച്ചു, ദേവന്മാരെ ഉപദ്രവിച്ചു. വീരഭദ്രൻ ദക്ഷൻ്റെ മാറത്ത് കയറിയിരുന്ന് വാളുകൊണ്ട് ശിരസ് മുറിക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല. യജ്ഞമൃഗത്തെ ബലിയർപ്പിക്കുന്ന പോലെ ദക്ഷൻ്റെ ശിരസ് ശരീരത്തിൽ നിന്നും വേർപെടുത്തി. കോപം കൊണ്ട് വിറച്ചു നിൽക്കുന്ന വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ് ദക്ഷിണാഗ്നിയിൽ ഹോമിച്ചു. വീരഭദ്രനും കൂട്ടരും കൈലാസത്തിലേക്ക് പോയി എന്ന് കഴിഞ്ഞ അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു. ഈ അധ്യായത്തിൽ ബ്രഹ്മാദിദേവന്മാർ കൈലാസത്തിൽ ചെന്ന് ശ്രീരുദ്ര ഭഗവാനെ സ്തുതിച്ച കഥ പറയുന്നു.
മൈത്രേയ മഹർഷി പറയാണ്, രുദ്രസൈന്യങ്ങളാൽ തോൽപ്പിക്കപ്പെട്ട സകല ദേവസമൂഹങ്ങളും പേടിച്ച് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ബ്രഹ്മലോകത്ത് ചെന്നു. ബ്രഹ്മദേവനെ വന്ദിച്ചു. എല്ലാ വിവരങ്ങളും പറഞ്ഞു. ബ്രഹ്മാവും മഹാവിഷ്ണുവും ദക്ഷൻ നടത്തിയ യജ്ഞത്തിൻ്റെ ഭവിഷ്യത്തുകൾ മുൻകൂട്ടി കണ്ടറിഞ്ഞതുകൊണ്ട് അവർ യജ്ഞത്തിന് പോയിരുന്നില്ല. ദേവന്മാരുടെ പരാതികളെല്ലാം ബ്രഹ്മാവ് ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് അവരോട് പറയാണ്, മഹാപുരുഷന്മാരെ ദ്രോഹിച്ചാൽ പോലും ദ്രോഹിച്ചവരെ ഉപദ്രവിക്കുക പതിവില്ല. എന്നാൽ ദ്രോഹിക്കുന്നവർക്ക് നന്മ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. മഹാന്മാരെ അപരാധം ചെയ്താൽ തന്നെ അവരെ ദ്രോഹിക്കുന്നവർക്ക് നന്മയുണ്ടാവില്ല. അപ്പോൾ നിരപരാധികളായ മഹാന്മാരെ ദ്രോഹിച്ചാലോ എങ്ങനെയാ നന്മയുണ്ടാവുക? യജ്ഞഭാഗത്തിന് യഥാർത്ഥ അവകാശിയാണ് പരമശിവൻ. അത് അദ്ദേഹത്തിന് കൊടുക്കാതെ തടഞ്ഞു വെക്കണത് മഹാ അപരാധം തന്നെയാണ്, തെറ്റ് തന്നെയാണ്. കുറ്റം ചെയ്തവർ രണ്ട് വിധം പ്രായശ്ചിത്തം ചെയ്യണം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രായശ്ചിത്തം ചെയ്യണം. ചെയ്ത തെറ്റിൽ ദുഃഖിച്ച് ഇനി ഇങ്ങനെയുള്ള അപരാധം ചെയ്യില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. അങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കി ആ മഹാദേവൻ്റെ കാൽക്കൽ വീണ് അപരാധം പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുക. ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവൻ. ആശാസാനാജീവിതമധ്വരസ്യ ലോകസ്സപാലകുപിതേ നയസ്മിൻ തമാശു ദേവം പ്രിയയാ വിഹീനം ക്ഷമാഭയധ്വം ഹൃദി വിദ്ധം ദുരുക്തൈഃ നാഹം ന യജ്ഞോ ന ച യൂയമന്യേ യേ ദേഹഭാജോ മുനയശ്ച തത്വം വിദു പ്രമാണം ബലവീര്യയോർവാ യസ്യാത്മതന്ത്രസ്യ ക ഉപായം വിധിൽസേത്. അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചാൽ യജ്ഞം പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നീ അദ്ദേഹം കോപിച്ചാലോ ഈ ലോകവും ലോകപാലകന്മാരും എല്ലാവരും നശിക്കും. അതുകൊണ്ട് പത്നി വിരഹനും ദുർവാക്കുകളേറ്റ് ഭിന്നഹൃദയനുമായ അദ്ദേഹത്തോട് ക്ഷമായാചനം ചെയ്യുക. ഞാനോ നിങ്ങളോ ദേവന്മാരോ ആരും തന്നെ ആ സർവേശ്വരൻ്റെ മഹത്വം അറിയണില്ല. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പാദം ആശ്രയിക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ശ്രമിച്ചു നോക്കാം. മൈത്രേയ മഹർഷി പറയാണ്, ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ദേവന്മാർക്ക് ശ്രീരുദ്രൻ്റെ അടുത്ത് പോവാൻ ഭയം തോന്നി. അപ്പോൾ ബ്രഹ്മാവ് അവരെയും പിതൃക്കളെയും ഒക്കെ കൂട്ടി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. 9 മുതലുള്ള 13 ശ്ലോകങ്ങളെ കൊണ്ട് കൈലാസത്തിൻ്റെ മഹാത്മ്യം വർണ്ണിക്കുന്നു. സിദ്ധകിന്നരഗന്ധർവാപ്സരസുകളാൽ നിറഞ്ഞതാണ് കൈലാസം. നാനാരത്നങ്ങളാൽ പല വർണ്ണത്തിൽ ശോഭിക്കുന്നതും വൃക്ഷലതാദികളും വള്ളിക്കുടിലുകളും വെള്ളച്ചാട്ടങ്ങളും മൃഗങ്ങൾ നിറഞ്ഞതുമായ ആ താഴ്വര പ്രദേശം പ്രകൃതി രമണീയമാണ്. കൊടുമുടികളിൽ സിദ്ധസ്ത്രീകൾ പുരുഷന്മാരോടുകൂടി ആനന്ദിച്ച് നടക്കണു. മയിലുകൾ ശബ്ദിക്കണു. തേൻ കുടിച്ചു മതിച്ച വണ്ടുകൾ മൂളിപ്പാടുന്നു. കോകിലാദി പക്ഷികൾ കൂകണു. മന്ദാരം, പാരിജാതം, പിച്ചകം, സൗഗന്ധികം, മല്ലിക, മുല്ല, സ്വർണ്ണത്താമര മുതലായ പൂക്കൾ സുഗന്ധം പരത്തുന്നു. പ്ലാവ്, മാവ്, അത്തി, ഇത്തി, അരയാല്, ഈന്തപ്പന എന്നീ പലതരം വൃക്ഷങ്ങൾ ആ പ്രദേശത്തെ മനോഹരമാക്കണു. ആ വനത്തിൽ ധാരാളം സൗമ്യമൃഗങ്ങളും ക്രൂരമൃഗങ്ങളും അന്യോന്യം ഭയം കൂടാതെ കഴിയണത് കാണുമ്പോൾ അത്ഭുതം തോന്നും. സതീദേവിയുടെ സ്നാനം കൊണ്ട് അതിപുണ്യ ജലത്തോടുകൂടിയ അളകനന്ദ എന്ന പേരുള്ള ഗംഗാനദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കൈലാസത്തിലെ മനോഹരമായ അളകാപുരിയും സൗഗന്ധികമെന്ന വനവും ആ ബ്രഹ്മാദിദേവന്മാർ കണ്ടു. ആ സൗഗന്ധിക വനത്തിൽ സൗഗന്ധിക പുഷ്പം ദിവ്യ സുഗന്ധം പരത്തുന്നു. അളകനന്ദയും നന്ദാനദിയും പരന്നൊഴുകി ആ അളകാപുരിയെ പരിശുദ്ധമാക്കണു. ദേവസ്ത്രീകൾ ആ നദികളിൽ കുളിച്ചും തങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം ക്രീഡിച്ചും ആനന്ദിക്കണു. ദേവസ്ത്രീകളുടെ സ്നാനം കൊണ്ട്
കുങ്കുമ ഗന്ധത്തോടുകൂടിയ ആ ജലം ആനകൾ കുടിക്കുകയും പിടിയാനകളെ കുടിപ്പിക്കുകയും ചെയ്യുന്നു. സ്വർണം, വെള്ളി, മാണിക്യം മുതലായവ കൊണ്ടുണ്ടാക്കിയ വിമാനങ്ങളിൽ യക്ഷസ്ത്രീകൾ ഇരിക്കുന്നു. ഇങ്ങനെ മനോഹരമായ അളകാപുരി മിന്നൽ പിണരുകളുള്ള മേഘങ്ങളാൽ വ്യാപിക്കപ്പെട്ട ആകാശമാണോ എന്ന് തോന്നും വിധം ശോഭിക്കുന്നു. ഇങ്ങനെ അതിമനോഹരമായ അളകാപുരിയെയും ഫലസമൃദ്ധമായ വൃക്ഷങ്ങളും സുഗന്ധമുള്ള പൂക്കളും നിറഞ്ഞ ആ വനത്തിനെ കണ്ടുകൊണ്ട് അവർ നടന്നു. ആ കാഴ്ചകൾ നന്നായി ആസ്വദിക്കാനുള്ള സമയമില്ല, കാരണം മനസ്സമാധാനമില്ല. മഹാദേവൻ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല. സൗഗന്ധിക വനത്തിലുള്ള താമരകൾ, വിരിഞ്ഞു നിൽക്കുന്ന ജലാശയങ്ങൾ, പക്ഷികളുടെ കളകള ശബ്ദം, രക്തചന്ദന സുഗന്ധം, വൈഡൂര്യാദി രത്നങ്ങൾ പതിച്ച പടവുകളോടുകൂടിയ കുളങ്ങളിൽ കിംപുരുഷന്മാർ ജലക്രീഡ ചെയ്യണു. ഇങ്ങനെ കണ്ണിനും കാതിനും മൂക്കിനും സുഖം നൽകുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്ന അവർ അധികം ദൂരെയല്ലാതെ ഒരു വടവൃക്ഷം കണ്ടു. സയോജനശതോത്സേധ പാദോനവിടപായദഃ പര്യകൃതാജലച്ഛായോ നിർനീടസ്താപവർജിത. ആ വടവൃക്ഷം എങ്ങനെയുള്ളതാണ്? അതിന് 100 യോജന ഉയരമുണ്ട്. അതിൻ്റെ കൊമ്പുകൾക്ക് 75 യോജന നീളമുണ്ട്. അത് 4 ഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുന്നു. ഈ വൃക്ഷം അക്ഷരബ്രഹ്മസ്വരൂപമാണ്. ഈ വടവൃക്ഷത്തിൻ്റെ നിഴലിന് ഇളക്കല്ല, ഒരു ദിക്കിലും ദ്വാരമില്ല, യാതൊരുവിധ താപത്തിൻ്റെയും ബാധയില്ല. ബ്രഹ്മം പോലെ നിശ്ചലമാണ് ഈ വടവൃക്ഷം. തസ്മിൻ മഹായോഗമയേ മുമുക്ഷുശരണേ സുരാഹ ദദൃശു ശിവമാസീനം ത്യക്താമർഷമിവാന്തകം. ആ വൃക്ഷത്തിന് ചുവട്ടിൽ കോപം വെടിഞ്ഞ അന്തകനെ പോലെ മഹാദേവൻ ഇരിക്കണത് അവർ കണ്ടു. ആ സതീദേവിയുടെ വിയോഗം കൊണ്ടുണ്ടായ ദുഃഖമോ ദക്ഷനോടുള്ള ക്രോധമോ ഒന്നുമില്ലാതെ ശാന്തനായിരിക്കുന്ന മഹാദേവനെ കണ്ടു. ഈശ്വരന് പ്രിയാപ്രിയങ്ങളോ കോപതാപാദികളോ ഒന്നും സത്യത്തിലില്ല. ഉള്ളതുപോലെ കാണുന്നുണ്ടെങ്കിലും അത് ലോകത്തിൽ ധർമ്മം ഉറപ്പിക്കാനും അധർമ്മത്തെ സംഹരിക്കാനും വേണ്ടിയാണ്. 33 മുതലുള്ള 5 ശ്ലോകങ്ങൾ കൊണ്ട് പരമശിവന്റെ സ്വരൂപത്തെ വർണ്ണിക്കുന്നു. ശാന്തസ്വരൂപനാണ്. മഹാസിദ്ധന്മാരായ സനന്ദൻ മുതലായ ഋഷികളും കുബേരനുമൊക്കെ അദ്ദേഹത്തിൻ്റെ സമീപത്ത് സേവിച്ചു കൊണ്ട് നിൽക്കുന്നു. ലോകത്തിന് മംഗളത്തെ ആഗ്രഹിക്കുന്ന പരമശിവൻ വിദ്യ, തപസ്, യോഗമാർഗം ഇവയെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു. ഭസ്മദണ്ഡജടാജിനം. ഭസ്മം, ദണ്ഡം, ജട, തോല് എന്നിവ ധരിച്ച് താപസന്മാർക്ക് യോജിച്ച ചിഹ്നങ്ങളോടെ ചന്ദ്രക്കലാധരനായിട്ട് സന്ധ്യാമേഘവർണ്ണത്തോടെ ശോഭിക്കുന്ന ദർഭാസനത്തിലിരിക്കുന്ന പരമശിവനെ അവർ കണ്ടു. കൃത്വോരൗ ദക്ഷിണേ സവ്യം പാദപദ്മം ച ജാനുനി ബാഹും പ്രഗോഷ്ഠേ ക്ഷമാലാമാസീനം തർക്കമുദ്രയാ. വലത്തെ തുടയിൽ ഇടതുകാല് വെച്ചും ഇടത്തെ കാൽമുട്ടിൽ ഇടത്തെ കൈവച്ചും വലതു കൈയിൽ മണിബന്ധസ്ഥാനത്ത് ജപമാല ധരിച്ചും തർക്കമുദ്രയോടെ ഇരിക്കുന്നവനുമായ പരമശിവനെ അവർ കണ്ടു. തം ബ്രഹ്മനിർവാണ സമാധിമാശ്രിതം വ്യുപാശ്രിതം ഗിരിശം യോഗകക്ഷാം സലോകപാല മുനയോ മനൂനാമാദ്യം മനും പ്രാഞ്ജലയ പ്രണേമു. ബ്രഹ്മാനന്ദ സമാധിയെ ആശ്രയിക്കുന്നവനും യോഗനിഷ്ഠയിൽ വസിക്കുന്നവനും മനുക്കളിൽ വെച്ച് ആദിമനുവുമായ ആ കൈലാസവാസിയെ
ലോകപാലകന്മാരും മുനിമാരും ചേർന്ന് നമസ്കരിച്ചു. സതു ബലഭ്യാഗതമാത്മയോനിം സുരാസുരേശൈരഭിവന്ദിതാഘ്രിഃ ഉത്ഥായ ചക്രേ ശിരസാഭിവന്ദനമർഹത്തമ കസ്യ യഥൈവ വിഷ്ണു. സുരാസുരന്മാരെല്ലാം വന്ദിക്കുന്ന പരമശിവൻ എഴുന്നേറ്റ് ബ്രഹ്മദേവനെ നമസ്കരിച്ചു. മഹാവിഷ്ണു വാമനമൂർത്തിയായി അവതരിച്ചപ്പോൾ അച്ഛനായ കശ്യപ പ്രജാപതിയെ നമസ്കരിച്ച പോലെ അച്ഛനായ ബ്രഹ്മാവിനെ നമസ്കരിച്ചു. തഥാപരേ സിദ്ധഗണാ മഹർഷിഭിർയേ വൈ സമന്താദനു നീലലോഹിതം നമസ്കൃത പ്രാഹ ശശാങ്കശേഖരം കൃതപ്രണാമം പ്രഹസന്നിവാത്മഭൂഃ. അപ്പോൾ ശിവസന്നിധിയിലുണ്ടായിരുന്നവരെല്ലാവരും ബ്രഹ്മാവിനെ നമസ്കരിച്ചു. ദേവന്മാരെല്ലാവരും മഹാദേവനെ നമസ്കരിച്ചു. ഇങ്ങനെ എല്ലാവരാലും ആദരിക്കപ്പെട്ട ബ്രഹ്മദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് മഹാദേവനോട് പറയാണ്. 8 ശ്ലോകങ്ങളിലായി ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ്. പ്രപഞ്ചത്തിൻ്റെ മാതാവും പിതാവുമായ ശക്തിയുടെയും ശിവൻ്റെയും പരമകാരണമായും സർവവ്യാപകവുമായിരിക്കുന്ന ബ്രഹ്മൻ തന്നെയാണ് അങ്ങയുടെ പരമാർത്ഥ തത്വമെന്ന് ഞാൻ അറിയണു. ലോകമാതാപിതാക്കന്മാരായിരിക്കുന്ന പ്രകൃതിയും പുരുഷനും ശിവശക്തി ചൈതന്യം ഉൾക്കൊണ്ട് ലോകം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പൂർണ്ണനാഭിയെപ്പോലെ സ്വതന്ത്രനായിട്ട് സൃഷ്ടിയാദികൾ ചെയ്യണു. ലോക നന്മയ്ക്കു വേണ്ടി ധർമാർത്ഥങ്ങളെ സാധിക്കുന്നതിന് ദക്ഷനെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിച്ചതും അങ്ങ് തന്നെയാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവന് സ്വർഗവും നീചകർമ്മങ്ങൾ ചെയ്യുന്നവന് ഘോര നരകവും നൽകുന്നത് അങ്ങ് തന്നെയാണ്. ദക്ഷനെ നശിപ്പിച്ചത് വീരഭദ്രസ്വരൂപനായ രുദ്രനല്ലേ എന്നൊരു സംശയം ദേവന്മാർക്കുണ്ടെന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. അപ്പോൾ ബ്രഹ്മാവ് പറയാണ്, ശ്രീരുദ്രന് കോപമില്ല. ഭഗവത് ഭക്തന്മാരെ കോപം ബാധിക്കില്ല. കാരണം അവർ ദേഹത്തിൽ ആത്മാഭിമാനം ഉള്ളവരല്ല. അവർ സർവഭൂതങ്ങളിലും വസിക്കുന്ന ശിവരൂപത്തെ കാണുന്നവരാണ്. ആത്മാവായ ശിവനിൽ സർവഭൂതങ്ങളും വസിക്കണു. സർവഭൂതങ്ങളിലും ശിവൻ ആത്മസ്വരൂപനായിട്ടിരിക്കണു എന്ന് കണ്ടറിയുന്ന സജ്ജനങ്ങൾ കോപിക്കാറില്ല. അപ്പോൾ ദക്ഷനെ നശിപ്പിച്ചത് ശ്രീരുദ്രനല്ല. ദക്ഷൻ്റെ പാപകർമ്മം തന്നെയാണ്, മതമാത്സര്യങ്ങൾ തന്നെയാണ് ആ ദക്ഷനെ നശിപ്പിച്ചത്. ഭഗവാന്റെ മായയെ ജയിക്കാൻ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഭേദബുദ്ധിയോടെ കാണുന്ന അജ്ഞാനികൾ സജ്ജനങ്ങളോട് അപരാധം ചെയ്താൽ സജ്ജനങ്ങളത് തങ്ങളുടെ കർമ്മഫലമാണ് എന്ന് കരുതി സമാധാനിക്കും, ക്ഷമിക്കും. അല്ലാതെ അവരെ പ്രതികാരം ചെയ്യാറില്ല. ഈ ദുഷ്കർമ്മത്തിൻ്റെ ഫലം അത് ചെയ്തവന് അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് അവർ ദുഃഖിക്കും. അവർക്ക് സൽബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് സജ്ജനങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കും. അല്ലാതെ ഒരിക്കലും പ്രതികാരം ചെയ്യാറില്ല. പരമശിവൻ നിരന്തരം ശ്രീനാരായണനെ ധ്യാനിക്കുന്നതുകൊണ്ട് വിഷ്ണുവിൻ്റെ മായ അദ്ദേഹത്തെ ബാധിക്കില്ല. ഇവിടെ ഓരോരുത്തരും അവരവരുടെ പ്രാരബ്ധത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യണു. പിന്നെ പറയണു, തനിക്ക് അർഹതപ്പെട്ട യജ്ഞഭാഗം കിട്ടാത്തതുകൊണ്ട് പരമശിവൻ മുടക്കിയ ദക്ഷയജ്ഞം തുടർന്ന് നടത്തി പൂർത്തിയാക്കണം. അതിന് അങ്ങ് ദക്ഷനിൽ കരുണ കാണിക്കണം. യജമാനനായ ദക്ഷൻ ജീവിക്കണം. ദക്ഷപ്രജാപതിക്ക് ജീവൻ നൽകി രക്ഷിക്കണം. ഭഗന് കണ്ണും
ഭൃഗുവിന് താടിരോമങ്ങളും പൂഷാവിന് പല്ലും പഴയതുപോലെ നൽകി അനുഗ്രഹിക്കണം. അതുപോലെ തന്നെ യുദ്ധത്തിൽ കല്ലേറുകൊണ്ടും ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റും വേദനിക്കുന്ന ദേവന്മാർക്കും ഋത്വിക്കുകൾക്കും സുഖം നൽകണം. അവരുടെ ആരോഗ്യം വീണ്ടുകിട്ടാൻ അനുഗ്രഹിക്കണം. ഏഷ തേ രുദ്രഭാഗോസ്തു യദുച്ഛിഷ്ടോധ്വരസ്യ വൈ യജ്ഞസ്തേ രുദ്രഭാഗേന കൽപ്പതാമദ്യ യജ്ഞഹൻ. ബ്രഹ്മാവ് പറയാണ്, ഹേ രുദ്ര, ശേഷിച്ച യജ്ഞഭാഗം മുഴുവൻ അങ്ങയ്ക്കുള്ളതായി തീരട്ടെ. യജ്ഞം പൂർത്തിയാക്കി അർഹതപ്പെട്ട മുഴുവൻ ഭാഗവും സ്വീകരിച്ച് സന്തോഷിക്കണേ. യാഗം വിഘ്നം കൂടാതെ പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കണേ. ഇങ്ങനെയുള്ള ബ്രഹ്മാവിൻ്റെ വാക്കുകളോടെ ഈ അധ്യായം സമർപ്പിക്കുന്നു. ഒരു ഭരണാധികാരി തൻ്റെ രാജ്യത്തിലെ സകലരുടെയും നന്മയ്ക്കായിക്കൊണ്ട് നല്ല ഭരണം കാഴ്ചവെക്കണം. സ്വന്തം അധികാരം, പദവി ഇതൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ നിന്ദിക്കാനും അപമാനിക്കാനും ശ്രമിച്ചാൽ അതിൻ്റെ ഫലം തീർച്ചയായും അനുഭവിക്കും. എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിച്ചേ തീരൂ. സൽക്കർമ്മം ചെയ്താൽ സൽഫലം അനുഭവിക്കാം. ദുഷ്കർമ്മം ചെയ്താൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. മാനിക്കേണ്ടവരെ മാനിക്കാതെ അധികാരം കൊണ്ടും പദവി കൊണ്ടും അഹങ്കരിച്ച് നടക്കുന്നവർക്ക് നാശം തന്നെയാണ് ഫലം. ദക്ഷനും കൂട്ടർക്കും അതാണ് സംഭവിച്ചത്. ദക്ഷനെ സന്തോഷിപ്പിക്കാനായി, അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനായി അദ്ദേഹത്തെ അനുസരിച്ച് കൂടെ കൂടിയവർക്കൊക്കെ ദുഃഖമാണ് കിട്ടിയത്. ധാർമ്മിക ജീവിതം നയിച്ച് തനിക്കും മറ്റുള്ളവർക്കും സുഖം കിട്ടാനായി കർമ്മം ചെയ്യണം. തനിക്ക് കിട്ടിയ പദവിയും അധികാരവുമൊക്കെ ഒരിക്കൽ നഷ്ടപ്പെടും. നമുക്ക് കിട്ടിയ ഈ സമയം ഈശ്വര സ്മരണയോടെ കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും ബഹുമാനിക്കണം, ആദരിക്കണം. കാരണം എല്ലാവരിലും ആ ഭഗവാൻ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നമുക്കും ആ ഭഗവാനെ തന്നെ ആശ്രയിക്കാം. എൻ്റെ ഈ വാക്കുകളെ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.